4 പതിറ്റാണ്ടുകളുടെ CPM ഭരണം അവസാനിപ്പിച്ച് UDF അധികാരത്തിലെത്തിയ പെരിന്തൽമണ്ണ നഗരസഭയിൽ സുരയ്യ ഫാറൂഖ് ചെയർപേഴ്സണാകും. സുരയ്യ ഫാറൂഖിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. 16-ാം വാർഡിൽ നിന്നും നഗരസഭയിലെ തന്റെ ഏറ്റവും കൂടുതൽ വോട്ടിന് 527 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച സുരയ്യ ഫാറൂഖ് നഗരസഭയുടെ അധ്യക്ഷയാകും. സുരയ്യ ഫാറൂഖിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. 2005-ൽ CPM കോട്ടയായ പാതാക്കര വാർഡിൽ വിജയിച്ച സുരയ്യ ആദ്യമായി നഗരസഭ കൗൺസിലറായി. 2010-ലും CPM കോട്ടയായ ഒലിങ്കരയിൽ നിന്നും വിജയിച്ചു വീണ്ടും നഗരസഭയിലെത്തി. 2019-ൽ ഇരുമുന്നണികളും 17 സീറ്റ് വീതം നേടിയപ്പോൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് സുരയ്യ ഫാറൂഖിനെയായിരുന്നു. അന്ന് നറുക്കെടുപ്പിലൂടെ CPM വീണ്ടും ഭരണത്തിലെത്തുകയായിരുന്നു. വനിതാ ലീഗ് മണ്ഡലം നേതാവ്, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിലെല്ലാം സുരയ്യ ഫാറൂഖ് പ്രവർത്തിച്ചിട്ടുണ്ട്. സഹ കൗൺസിലർമാരോടൊപ്പം നഗരസഭയിലെ നാനോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് സുരയ്യയുടെ തീരുമാനം. പുതിയ ചെയർപേഴ്സണ് നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ഖാദർ അലി ക്ലബ്ബ് സെക്രട്ടറിയുമൊക്കെയായ പച്ചേരി ഫാറൂഖിന്റെ പൂർണ്ണ പിന്തുണ കൂടിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20-ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.